ഹരിശ്രീ ഗണപതയേ നമഃ. അവ്യക്തമസ്തു. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായ പതയേ നമഃ. കേൾക്ക നീയെങ്കിൽ മൽപൂജാവിധാനത്തിലോർക്കിൽ അവസാനമില്ലെന്നറിക നീ. എങ്കിലും ചൊല്ലുവനൊട്ടു സംക്ഷേപിച്ചു നിങ്കലുള്ളോരു വാത്സല്യം ഒഴുക്കയാൽ തന്നുടെ ഗൃഹ്യോക്ത മാർഗേണ മന്നിടത്തിങ്കൽ ദ്വിജത്വമുണ്ടായി വന്നാൽ ആചാര്യനോടു മന്ത്രം കേട്ടു സാദരം ആചാരപൂർവമാരാധിക്കമാമടോ. ഹൃക്കമലത്തിങ്കലാകിലുമാം പുനരഗ്നി ഭഗവാങ്കലാകിലുമാമടോ. മുഖ്യപ്രതിമാദികളിലെന്നാകിലും അർക്കങ്കലാകിലും അപ്പിങ്കലാകിലും സ്തണ്ടിലത്തിങ്കലും നല്ല സാളഗ്രാമമുണ്ടെങ്കിലോ പുനരുത്തമമെത്രയും വേദതന്ത്രോക്തങ്ങളായ മന്ത്രങ്ങൾ കൊണ്ടാദരാൽ മൃല്ലേപനാദി വിധി വഴി കാലേ കുളിക്ക വേണം ദേഹശുദ്ധയെ. മൂലമറിഞ്ഞു സന്ധ്യാവന്ദനാദിയാം നിത്യകർമ്മം ചെയ്തു പിന്നെ സകർമ്മണ ശുദ്ധ്യർത്ഥമായി ചെയ്യുക സങ്കൽപ്പമാദിയെ. ആചാര്യനായതു ഞാനെന്നു കൽപ്പിച്ചു പൂജിക്ക ഭക്തിയോടെ ദിവസം പ്രതി. സ്നാപനം ചെയ്യുക ശിലായാം പ്രതിമാസു ശോഭനാർത്ഥം ചെയ്യുക വേണം പ്രമാർജനം. ഗന്ധപുഷ്പാദ്യങ്ങൾ കൊണ്ടു പൂജിപ്പവൻ ചിന്തിച്ചതൊക്കെ ലഭിക്കുമറിക നീ. മുഖ്യപ്രതിമാദികളിൽ അലങ്കാരമൊക്കെ പ്രസാദം എനിക്കെന്നറിക നീ. അഗ്നൗ യജിക്ക ഹവിസ്സുകൊണ്ടാദരാൽ അർക്കന് സ്തണ്ടിലെത്തിങ്കലെന്നാകിലോ. മുമ്പിലെ സർവപൂജാദ്രവ്യമായവ സമ്പാദനം ചെയ്തു വേണം തുടങ്ങുവാൻ. ശ്രദ്ധയോടും കൂടെ വാരിയെന്നാകിലും ഭക്തനായുള്ളവൻ തന്നാൽ അതിപ്രിയം. ഗന്ധപുഷ്പാക്ഷത ഭക്ഷ്യഭോജാദികളെന്തു പിന്നെ പറയണമോ ഞാനടോ. വസ്ത്രാജിന കുശാദ്യങ്ങളാലാസനം ഉത്തമമായതു കൽപ്പിച്ചു കൊള്ളണം. ദേവസ്യ സന്മുഖേ ശാന്തനാച്ചെന്നിരുന്നാവിർമുദാലിപിന്യാസം കഴിക്കണം. ചെയ്യുക തത്വന്യാസവും കേശവാദ്യേന ചെയ്യുക മമ മൂർത്തി പഞ്ചരന്യാസവും. പിന്നെ മന്ത്രന്യാസവും ചെയ്തു സാദരം തന്നുടെ മുമ്പിൽ വാമേ കലശം വെച്ചു ദക്ഷിണഭാഗേ കുസുമാദികളെല്ലാം അക്ഷതഭക്ത്യൈവ സംഭരിച്ചിടണം. അർഘ്യപാദ്യാപ്രധാനാർത്ഥമായും മധുബർക്കാർത്ഥമാചമനാർത്ഥമെന്നിങ്ങനെ പാത്രചതുഷ്ടയവും വെച്ചുകൊള്ളണം. പേർത്തു മറ്റൊന്നും നിരൂപണം കൂടാതെ മൽക്കലാം ജീവസജ്ഞാം തടിദുജ്വലാം ഹൃൽക്കമലെ ദൃഢം ധ്യാനിച്ചു കൊള്ളണം. പിന്നെ സ്വദേഹമഖിലം തയാ വ്യാപ്തം എന്നുറയ്ക്കേണമിളക്കവും കൂടാതെ. ആവാഹയൽ പ്രതിമാദിഷു മൽക്കലാം ദേവസ്വരൂപമായി ധ്യാനിക്ക കേവലം. പാദ്യവും അർഘ്യം തഥാ മധുവർക്കമിത്യാദ്യൈ പുനഃസ്നാന വസ്ത്രവിഭൂഷണൈ. എത്രയുണ്ടുള്ളതുപചാരമെന്നാലതത്രയും കൊള്ളാം എനിക്കെന്നതേയുള്ളൂ. ആഗമോക്തപ്രകാരേണ നീരാജനൈ ധൂപദീപൈ നിവേദ്യൈ ബഹുവിസ്തരൈ ശ്രദ്ധയാ നിത്യമായി അർച്ചിച്ചു കൊള്ളുകിൽ ശ്രദ്ധയാ ഞാനും ഭുജിക്കുമറിക നീ. ഹോമം അഗസ്ത്യോക്തമാർഗകുണ്ടാനലെ മൂലമന്ത്രം കൊണ്ടു ചെയ്യാമതന്യെ.
ഭക്ത്യാ പുരുഷസുക്തം കൊണ്ടു മാമടോ ചിത്തതാരിങ്കൽ നിനയ്ക്ക കുമാരാനി ഔപാസനാഗ്നൗ ചരുണാഹവിഷാധ സോപാധിനാ ചെയ്ക ഹോമം മഹാമദേ തപ്തജാംബൂനദപ്രഖ്യം മഹാപ്രഭം ദീപ്താഭരണവിഭൂഷിതം കേവലം മാമേവ വക്തിമധ്യസ്ഥിതം ധ്യാനിക്ക ഹോമകാലേ ഹൃദി ഭക്ത്യാ ബുധോത്തമൻ പാരിഷദാനാം ബലിദാനവും ചെയ്തു ഹോമവിശേഷത്തെ സമാപയൻ മന്ത്രവിൽ ഭക്ത്യാ ജപിച്ചുമം ധ്യാനിച്ചുമവിനിയായി വക്തവാസം നാഗവല്ലീ ദളാദിയും ദത്വാമദഗ്രേ മഹൽ പ്രീതിപൂർവകം നൃത്തഗീതിസ്തുതി പാഠാദിയും ചെയ്തു പാദാംബുജേ നമസ്കാരവും ചെയ്തുടൻ ചേതസി മാമുറപ്പിച്ചു വിനീതനായി മദ്ദത്തമാകും പ്രസാദത്തെയും പുനരുത്തമാങ്കേ നിധായാനന്ദപൂർവകം രക്ഷമാം ഘോര സംസാരാദിതി മുഹുരുക്വാ നമസ്കാരവും ചെയ്തനന്തരം ഉദ്വസിപ്പിച്ചുടൻ പ്രത്യങ്മകസിംഗൽ യുദ്ധം ദിനമനുപൂജിക്കാമത്സഖേ ഭക്തി സംയുക്തനായുള്ള മർത്യൻ മുതാ നിത്യമേവം ക്രിയായോഗമനുഷ്ഠിക്കിൽ ദേഹനാശേ മമ സാരൂപ്യവും വരും ഐഹിക സൗഖ്യങ്ങളെന്തു ചൊല്ലേണമോ ഇത്തം മയോക്തം ക്രിയായോഗമുത്തമം ഭക്ത്യാ പഠിക്കതാൻ കേൾക്കതാൻ ചെയ്യിലോ നിത്യപൂജാഫലം ഉണ്ടവനെന്നതും ഭക്തപ്രിയനരുൾ ചെയ്താൻ അതു നേരം ശേഷാംശജാതനാം ലക്ഷ്മണൻ തന്നോടശേഷമിതരുൾ ചെയ്തോരനന്തരം മായാമയനായ നാരായണൻ വരൻ മായാമവലംബ്യ ദുഃഖം തുടങ്ങിനാൻ ഹാ ജനകാത്മജേ സീതേ മനോഹരേ ഹാ ജഗന്മോഹിനി നാഥേ മമ പ്രിയേ ഏവമാദിപ്രലാപം ചെയ്തു നിദ്രയും ദേവദേവന്നു വരാതെ ചമഞ്ഞിതു സൗമിത്രി തന്നെ വാക്യാമൃതം കൊണ്ടു സൗമുഖ്യമോടു മരുവും ചില നേരം ഇങ്ങനെ വാഴുന്ന കാലമൊരു ദിനമങ്ങു കിഷ്കിന്ധാപുരത്തിങ്കൽ വാഴുന്ന സുഗ്രീവനോടു പറഞ്ഞു പവനജൻ അഗ്രേ വണങ്ങി നിന്നേകാന്തമാം വണ്ണം ഓം നമോ ഭഗവതേ വാസുദേവായ.